ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ആരോഗ്യം നിലനിർത്താനും വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഉലുവാക്കഞ്ഞി വളരെ രുചികരമായിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഉലുവാക്കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പോൾ മുഴുവൻ ഉലുവ ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബോളിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് 2-3 വെള്ളത്തിലൊന്ന് നന്നായിട്ട് നമ്മുടെ ഉലുവ ഒന്ന് കഴുകി മാറ്റാം. നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുത്ത ഉലുവയിലേക്ക് വീണ്ടും ഒരു 1/2 മുതൽ 1/4 കപ്പ് അളവിൽ വരെ വെള്ളം ചേർത്തിട്ട് നമുക്കൊരു 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അതായത് നമ്മൾ രാത്രി ഇതുപോലെ വെള്ളം ചേർത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഉലുവ എല്ലാം ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. ഈ ഒരു ഉലുവ ഇതുപോലെ ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഉലുവ എന്ന് പറയുന്നത്. അതായത് പ്രതിരോധ ശേഷി കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് മിൽക്ക് കൂടുതൽ കിട്ടാനും മുടി വളർച്ചയ്ക്കും സന്ധിവേദന വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഉലുവ. അപ്പോൾ ഇതുപോലെ ഉലുവ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഞ്ഞിയൊക്കെ തയ്യാറാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തവിടോട് കൂടിയിട്ടുള്ള അരിയാണ് കേട്ടോ. വെള്ള അരി എടുക്കരുത്, തവിടോട് കൂടിയിട്ടുള്ള അരി വേണം എടുക്കാനായിട്ട്. അതായത് നമ്മുടെ ബ്രൗൺ റൈസ് എടുക്കാം, ഞവര അരി എടുക്കാം, ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷേ തവിടോട് കൂടിയിട്ടുള്ള അരി വേണം എടുക്കാനായിട്ട്. 1/2 കപ്പ് നമുക്കൊരു ബോളിലേക്ക് ചേർക്കാവുന്നതാണ്. അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ തവിടോട് കൂടിയിട്ടുള്ള അരിയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്. മഗ്നീഷ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഹൃദയ ആരോഗ്യത്തിനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അയൺ കണ്ടന്റ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ തവിടോട് കൂടിയിട്ടുള്ള അരി. നമ്മുടെ ഈ അരി ഒരുപാട് തവണ വെള്ളത്തിലിട്ട് കഴുകേണ്ട ആവശ്യമില്ല. 1-2 തവണ മാത്രം കഴുകിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കഴുകിയെടുത്ത അരി ഒരു കുക്കറിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉലുവയും കൂടി ആ ഉലുവയിലുള്ള കുതിർന്ന് കിട്ടിയിട്ടുള്ള വെള്ളം കളയരുത്, ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 10ഓളം ചെറിയുള്ളി നമുക്ക് ചേർക്കാം. വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ചെറിയുള്ളി. അതായത് ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീനും സൾഫറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്മ, പനി, ചുമ ഇതിനൊക്കെ വളരെ ബെസ്റ്റാണ് ചെറിയുള്ളി കേട്ടോ. അപ്പോൾ നെയ്യൊരു അളവിലാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഒരു 4-5 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിങ്ക് സോൾട്ടാണ്. ഇതിന് പകരം നമുക്ക് കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പേ ഉള്ളൂ എങ്കിൽ പൊടിയുപ്പും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരെയാണ് ഞാനിത് വെക്കുന്നത്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയും ഉലുവയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇതിൽ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്നൊന്ന് പോകട്ടെ, അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ നമ്മുടെ അരിയും ഉലുവ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 4 വിസിലാണ് വെച്ചിട്ടുള്ളത്. 4 വിസിലിൽ നമ്മുടെ അരിയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില അരി വന്നിട്ട് കുറച്ചുകൂടി അധികം വിസിൽ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരി വേകാനായിട്ട് എത്ര സമയം എടുക്കുന്നോ അത്രയും വിസിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് അരിയും ഉലുവ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് നിറയെ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ വേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ എടുക്കരുത്. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും. ഇനി ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാനും പാകത്തിന് തിളപ്പിച്ച് ആറിയ വെള്ളം കൂടി ചേർക്കാം. പച്ചവെള്ളം ചേർക്കരുത്, തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് നമുക്കിതിലേക്ക് നേരെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ തേങ്ങാക്കൂട്ടോട് കൂടി ചേർക്കണം. അതല്ല, ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ച് ഒന്ന് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഒന്ന് ഓണാക്കി കൊടുക്കണം. ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് ഒന്ന് ചൂടായി കിട്ടണം. അതിനുവേണ്ടി മാത്രം പിന്നീട് തിളയ്ക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലൊരു ഉലുവാക്കഞ്ഞി തയ്യാറാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉലുവയുടെ ചെറിയൊരു ചവർപ്പുണ്ടാകും. അപ്പോൾ അത് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം കരിപ്പട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് അവരും അത് കഴിച്ചോളും. ഒരു 7 ദിവസമെങ്കിലും നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഉലുവാക്കഞ്ഞി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഉലുവാക്കഞ്ഞി തയ്യാറാക്കി കഴിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.